ഭാഗവതം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായം. ഋഷഭദേവൻ പ്രജകൾക്ക് കൊടുക്കുന്ന ആ നീതിവാക്യങ്ങളാണ്. അതിൽ 35 ഭാഗമാണുള്ളത്. അത് 27 ശ്ലോകങ്ങളും ബാക്കി ഗദ്യവുമാണ്. അപ്പം ഈ കുറച്ച് നമുക്ക് നോക്കാം. രണ്ട് ഭാഗമായിട്ട് നമുക്കിടാം. ഇതിൽ നിങ്ങൾക്ക് വായിക്കത്തക്ക രീതിയിൽ കുറേശ്ശെ പറഞ്ഞും വായിച്ചും ഇടാം. രണ്ടായിട്ടിടാം ഈ അധ്യായം. ഹരി ഓം. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ പഞ്ചമോധ്യായ. ഋഷഭ ഉവാച. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. സൗഖ്യം തു അനന്തം. നൃലോകേ നായം ദേഹോ ദേഹഭാജാം നൃലോകെ മനുഷ്യലോകത്തിലെ ദേഹഭാജാം ദേഹം എടുത്തിരിക്കുന്ന അയം ദേഹ കഷ്ടാൻ കർമാൻ അർഹതേ വിഡ്ഭുജാം യേ. കഷ്ടാൻ ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന കാമാൻ ആഗ്രഹങ്ങളെ അർഹതേ അർഹിക്കുന്നില്ല. പുത്രക അല്ലയോ പുത്രന്മാരെ. ദിവ്യം തപ ഉത്കൃഷ്ടമായ തപസ്സിനെ അർഹിക്കുന്നു. യാതൊന്നിനാൽ സത്വം ശുദ്ധിയത് ആ സത്തായിട്ടുള്ളത് അന്ധകരണം ശുദ്ധമാകും. യസ്മാദത്തു അതിൽ നിന്ന് ആകട്ടെ. അനന്തം അവധിയില്ലാത്ത ബ്രഹ്മസൗഖ്യം പരമാനന്ദം. ഇതാണ് വാക്കുകൾ. ഋഷഭദേവൻ പുത്രന്മാരോട് മോക്ഷധർമ്മത്തിനെക്കുറിച്ച് ഉപദേശിക്കുന്നതാണ്. 27 ശ്ലോകം ഉപദേശവചനങ്ങളാണ്. എല്ലാം ഒന്നും നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു പോകാം, വായിച്ചു പോകാം. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മഹൽസേവാം ദ്വാരമാഹുർവിമുക്തേഃ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്താ വിമന്യവ സുഹൃദ സാധവോ യേ. മഹത്സേവാം ദ്വാരം വിമുക്തേഃ ദ്വാരം ആഹു യോഷിതാം സംഗീതം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോ യേ. മഹത്സേവാം മഹാന്മാരെ സേവിക്കുന്നത് വിമുക്തേ മോക്ഷത്തിൻ്റെ മുക്തി പ്രാപിക്കുന്നതിന് ദ്വാരം ആഹു തേ തമോദ്വാരം യോഷിതാം സംഗിസംഗം പ്രശാന്തസ്തേ സമചിത്ത പ്രശാന്തം വിമന്യവ സുഹൃദ സാധവോ യേ. യോഷിതാം സ്ത്രീകളുടെ സംഘമുള്ളവരോട് ചേരുന്നത്. തമോദ്വാരം സംസാരത്തിൻ്റെ ദ്വാരം എന്ന് വെച്ചാൽ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അതാണല്ലോ സ്ത്രീകളോട് ചേരുന്നത്. അവർക്കെപ്പോഴും ഈ സദാചാരനിഷ്ഠന്മാരും സുഹൃത്തുക്കളും വിമന്യവ ക്രോധമില്ലാത്തവരും പ്രശാന്താത്മാക്കൾ അതായത് എല്ലാം പ്രശാന്തമായിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന സമചിത്തന്മാരായിട്ടുള്ള ഉത്തരാരാണോ യാതൊരുത്തരോ തേ മഹാന്ത അവർ മഹാന്മാരാകുന്നു. ഇങ്ങനെയുള്ളവരാ മഹാന്മാരെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. മഹത് സേവാം ദ്വാരം ആഹു അവരോട് പറയുന്നു. ദ്വാരം ആഹുർ വിമുക്തേഃ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോ യേ. 3 യേവാമയീശേ കൃത സൗഹൃദാർത്ഥ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സു ന പ്രീതിയുക്ത യാവദർത്ഥാശ്ച ലോകേ. ഏവാ യാതൊരുവരാകട്ടെ ഈശ്വരനായ എന്നിൽ മയി ഈശേ മയി എന്നിൽ
കൃത സൗഹൃദാർത്ഥ സൗഹൃദമാകുന്ന അർത്ഥത്തോടു കൂടിയവർ ദേഹംഭര വാർത്തികേഷു, ദേഹം മാത്രം ഭരിക്കുന്നതിന്. പക്ഷേ ദേഹമല്ലല്ലോ നമ്മുടെ സകലതും, ദേഹം മാത്രമാണോ, ശരീരമല്ല ഞാൻ എന്നാണ് ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ്. അത് ദേഹംഭരം, അതായത് ദേഹത്തിനെ മാത്രം അതിന് വേണ്ടിയിട്ടുള്ള വ്യാപാരങ്ങളോട് കൂടിയ ജനേഷു ജനങ്ങളിലും ജരാതി മത്സു ഭാര്യ, പുത്രന്മാർ, ധനം ഇവയോട് കൂടിയവരും ഗൃഹേഷു ഗൃഹങ്ങളിലും പ്രീതിയുക്തന്മാരല്ലാതിരിക്കുന്നു ലോകത്തിൽ യാവതർത്ഥാഹ ച, എത്രത്തോളം പ്രയോജനം ഉണ്ടോ അത്ര പ്രയോജനത്തെ ആവശ്യപ്പെടുന്നവരും. ഇനി എങ്ങനെയുള്ളതാണ് നോക്കുന്നത്, അവരൊക്കെ മഹാന്മാരാണെന്നാണ് പറയുന്നത്. യേവാ മയീശേ കൃതസൗഹൃദാർത്ഥ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജ രാതിമത്സു ന പ്രീതിയുക്ത യാവതർത്ഥാശ്ച ലോകേ നൂനം പ്രമത്ത കുരുതേ വികർമ്മ യദിന്ദ്രിയ പ്രീതയ ആവൃണോതി ന സാധു മന്യേ യദാത്മനോ യഹം അസന്നപി ക്ലേശത ആസദേഹ ആത്മനോ യദിന്ദ്രിയ പ്രീതയ ആവൃണോതി ന സാധു മന്യേ യദ ആത്മനോയം ആത്മന അയം ദേഹ, ഈ ശരീരം ആസ ഉണ്ടായി. നൂനം പ്രമത്ത ഇന്ദ്രിയ പ്രീതയെ, ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് യത് ആവൃണോതി, എപ്പോൾ അതിൽ കൂടി സഞ്ചരിക്കുന്നുവോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, ആവൃണോതി അപ്പോൾ പ്രമത്ത, എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ, യത് ആവൃണ ഇതി, എപ്പോൾ പ്രവർത്തിക്കുന്നുവോ അപ്പോൾ, പ്രമത്ത വിചാരം ഇല്ലാത്തവനായിട്ട്, പ്രമത്തനായിട്ട്, ഒന്നും ചിന്തിക്കാത്തവനായിട്ട്, വികർമ്മ പാപത്തെ, ശരിയായിട്ടുള്ള അല്ലാത്ത കർമ്മത്തെ കുരുതേ ചെയ്യുന്നു. തത് സാധുമന്യേ അതിനെ നല്ലതെന്ന് വിചാരിക്കുന്നില്ല. യതഹ യാതൊന്നിനാൽ, അസത് അപി അസത്തായും, ആത്മനഃ ക്ലേശത ആത്മാവിന് ദുഃഖത്തെ ജനിപ്പിക്കുന്നതുമായിരിക്കുന്ന അയം ദേഹ, ഈ ശരീരം അസ ഉണ്ടായി. ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായിക്കൊണ്ടാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നതെന്ന്. നൂനം പ്രമത്ത കുരുതേ വികർമ്മ യദിന്ദ്രിയ പ്രീതയ ആവൃണോതി ന സാധു മന്യേ യദ ആത്മനോയം അസന്നപി ക്ലേശത ആസദേഹം. 5 പരാഭവസ്താവത ബോധജാതോ യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവത് ക്രിയാതാവതിദം മനോ വൈ കർമാത്മകം യേന ശരീരബന്ധക. ആത്മതത്വം യാവത് ന ജിജ്ഞാസതേ, അറിയാൻ ആഗ്രഹിക്കാതിരിക്കുന്നുവോ, താവത് അതുവരെ അബോധജാതക അറിവില്ലായ്മയിൽ നിന്നുണ്ടായ, എന്നുവെച്ചാൽ ജ്ഞാനമില്ലായ്മയിൽ ഇല്ലാത്തതുകൊണ്ടുണ്ടായ പരാഭവ, അത് തിരസ്കാരമാണ്. യാവത് ക്രിയ പ്രവൃത്തികൾ ഏതുവരെയോ അതുവരെ, താവത് അതുവരെ, കർമാത്മകം കർമ്മസ്വഭാവത്തോടു കൂടിയ ഇതം മനഃ ഈ മനസ്സ്, ഏന യാതൊന്നിനാൽ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ അന്ധക്കരണമാണ് സകലതും എന്ന് മനസ്സിലാകാത്ത ഇരിക്കുന്നിടത്തോളം കാലം ശരീരത്തിനോട് നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. ശരീരവുമായിട്ട് കമ്പയർ ചെയ്താണ് ബാക്കി ലോകങ്ങളിലെ വ്യാപാരങ്ങളെ ഓരോരുത്തരും കാണുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള അന്ധക്കരണമാണ് സത്യം, സത്തായിട്ടുള്ളത് അതാണ് എന്ന് മനസ്സിലാക്കാതെ വെറുതെ ഈ ശരീരത്തിനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന, അതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുവോ അതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ജ്ഞാനം എന്ന് പറയുന്നത് അന്ധകരണത്തെ മനസ്സിലാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർന യാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. അവിദ്യയാ അറിവില്ലായ്മയാൽ ആത്മാവ് ഉപധീയമാനേ
അവിദ്യയാ ആത്മനി ഉപധീയമാനെ, അത് മറച്ചിരിക്കുമ്പോൾ ഏവം മനസ്സ്, ഇപ്രകാരം മനസ്സ്, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ പുരുഷനും പ്രകൃതി എന്ന് പറയുന്നതാണ് മനസ്സ്, പുരുഷൻ. കർമ്മവശം പ്രായുക്തെ, കർമ്മത്തിന് അധീനമാക്കുന്നു. വാസുദേവേ മയി, വാസുദേവനായ എന്നിൽ, അതാണ് ഭഗവാൻ തന്നെ പറയുന്നത്. ഭഗവാൻ ഋഷഭദേവൻ പറയുക, എന്നിൽ യാവത് ന പ്രീതി, ഏതുവരെ നിനക്ക് ശ്രദ്ധയില്ലയോ, പ്രീതിയില്ലയോ, അതുവരെ താവത്, അവിടം വരെ ദേഹയോഗേന, ആ ദേഹയോഗത്താൽ ന മുച്യതേ, മോചിപ്പിക്കപ്പെടുന്നില്ല. അതായത് മോക്ഷം കിട്ടുന്നില്ല. നിനക്ക് ശരീരമാണ്, നീ എന്ത് ധരിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് മോക്ഷം കിട്ടുകയില്ല. ഒന്നുമില്ലല്ലോ ഇതിനകത്ത്, വായിച്ച് ഒന്നും തിരുത്താനില്ല. യഥാ ന പശ്യത് യഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യം അകാരമജ്ഞഃ. യഥാ ന പശ്യതി അയഥാ ഗുണേഹാം വിപശ്ചിത് സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിത്, വിവേകിയായിട്ട് ഗുണേഹാം, ഈ ഗുണങ്ങളുടെ വ്യാപാരത്തെ, ഏത് ഗുണങ്ങൾ, ഈ ഇന്ദ്രിയ ഗുണങ്ങളുടെ വ്യാപാരത്തെ, സ്വാർത്ഥേ ആ യഥാ ശരിയല്ലെന്ന്, യഥാ ന പശ്യതി എപ്പോൾ കാണുന്നില്ലയോ, ഇതൊന്നും ശരിയല്ല, ഈ ഇന്ദ്രിയങ്ങളല്ല ശരിക്കുള്ളതെന്ന് മനസ്സിലാക്കുന്നില്ലയോ അത്രയും നാളും, സഹസാ പെട്ടെന്ന്, സ്വാർത്ഥേ പ്രയോജനത്താൽ, സ്വന്തം പ്രയോജനത്താൽ എന്ന് വെച്ചാൽ അതാണ് സ്വാർത്ഥൻ. നമ്മൾ വാക്ക് പറയത്തില്ലേ, എന്താ സ്വാർത്ഥം, എനിക്ക് വേണ്ടി മാത്രം എനിക്ക് പ്രയോജനമുള്ളത് മാത്രം ചെയ്യുക, അതാ സ്വാർത്ഥേ. പ്രമത്തഹ, അവൻ മനസ്സിരുത്താത്തവരും, ഗതസ്മൃതി സ്മൃതി പോയവർ, ബുദ്ധിബോധം പോയവർ, സ്മൃതി ഇല്ലാത്തവനും, അജ്ഞഃ ആത്മാവിനെ, അജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, എന്തറിവില്ലാത്തവൻ, ആത്മാവാണ് ഞാനെന്ന് അറിവില്ലാത്തവനായിട്ട് മൈഥുന സുഖത്തെ പ്രധാനമായിരിക്കുന്ന അകാരം ഗൃഹത്തെ, അതായത് സ്ത്രീ സംഘം കൊണ്ടുണ്ടാകുന്ന സുഖത്തെ, അതിനുള്ള സ്ഥലം എവിടെയാ, ഗൃഹത്തെ ആസാദ്യ, അതിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ട്, ആസാദ്യ അതിനെ തന്നെ ശ്രദ്ധ ചെലുത്തി പ്രാപിച്ചിട്ട്, തത്ര അതിൽ താപാൻ ദുഃഖങ്ങളെ, വിന്ദതി അതിനെ ഇങ്ങനെ വിന്ദതി എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നു, വ്യാപിപ്പിക്കുന്നു അല്ലേ, സത്യത്തിൽ അതിനെ പ്രാപിക്കുന്നു, അതിനകത്ത് വിന്ദതി, അതിനകത്ത് ഉൾപ്പെടുന്നു നമ്മൾ. ഈ ഗൃഹം ഇത് അബദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മൾ ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ദിവസങ്ങളിലും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അതിൽ നിന്നൊന്ന് വിട്ടിങ്ങോട്ട് മാറാൻ നമുക്ക് പാടാണ്, ശരിയല്ലേ, ബുദ്ധിമുട്ടാണ്. 8 പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിധോ അതുതന്നെയാണ്. പുംസസ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിധോ ഹൃദയഗ്രന്ഥിമാഹുഹോ അതോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈഃ ജനസ്യ മോഹോയം അഹം മമേതി. അഹം എൻ്റെ, മമ ഇതി എൻ്റെയെന്നും ഞാനെന്നും എൻ്റേതെന്നും, ഞാനും എൻ്റേതുമാണ് നമ്മളെ ദുഃഖം ഉണ്ടാക്കുന്ന മുഴുവൻ. അതൊന്ന് പറയാം വാക്കുകളെ. പുംസ അതായത് പുരുഷന്, സ്ത്രീയോടുകൂടി ഏതം മിഥുനീഭാവം, ഈ ചേർച്ചയെ, മിഥുനഭാവം എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളതാണ്, മിഥുനമായിട്ട് ചേർച്ചയെ, അതായത് നമ്മൾ പറയത്തില്ലേ പെയർ, ജോഡികൾ, അതാണ് മിഥുനം. തയോ മിഥ അവരുടെ അന്യോന്യം, ഹൃദയഗ്രന്ഥി എന്ന് ആഹു പറയുന്നു. ഈ കാരണം കൊണ്ട് ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ, ഗൃഹം ക്ഷേത്രം സുതന്മാർ എന്നുവെച്ചാൽ ശരീരം, സുതന്മാർ ആപ്തന്മാർ ധനങ്ങൾ എന്നിവയോടുകൂടി, ജനത്തിന് അഹം മമ ഇതി ഞാൻ എൻ്റേത് എന്നുള്ള അയം മോഹ ഈ ഭാവം ഉണ്ടാകുന്നു, ഭവിക്കുന്നു, അതായത് ഈ ഞാൻ എൻ്റേതെന്ന് ഞാനെന്നുള്ള ഭാവം ഭവിക്കുന്നു. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢാശ്ലഥേത തഥാ ജനസംപരിവർത്തതേ സ്മാൻ മുക്തപരം യാത്യതിഹായ ഹേതും. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢാശ്ലഥേത തഥാ ജനസംപരിവർത്തതേ സ്മാൻ മുക്ത പരം യാതി അതിഹായ ഹേതും. കർമാനുബന്ധ കർമ്മങ്ങളോട് കൂടിയിരിക്കുന്ന ദൃഢ വളരെ ഉറപ്പുള്ള
മനഃഹൃദയഗ്രന്ഥി മനസ്സാകുന്ന ആ ഗ്രന്ഥി യഥാ ആശ്രദ്ധേത എപ്പോൾ പൊട്ടിത്തകരുന്നുവോ തഥാ അപ്പോൾ ഈ ജനങ്ങൾ അസ്മാത് ഇതിൽ നിന്ന് മുക്തനായിട്ട് അത് ഏകവചനമായിട്ട് തന്നെയാണ് കേട്ടോ. മുക്തനായിട്ട് സംപരിവർത്തതേ അവിടുന്ന് പിന്തിരിയുന്ന ഇന്നു ഹേതും ആ കാരണത്തെ അതിഹായം വേണ്ടെന്ന് വെച്ചിട്ട് പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു. അതിനകത്തോട്ട് എത്തിച്ചേരുന്നു. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എത്തിച്ചേരുമെന്ന് ഒരു വലിയ ഉപദേശമാണ് ഋഷഭൻ്റെ ഉപദേശം. അത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം മുഴുവനും പ്രഭാഷണത്തിന് ചില ആചാര്യന്മാർ എടുക്കാറുണ്ട്. തുടർച്ചയായിട്ട് നടത്തുന്ന സപ്താഹങ്ങളുണ്ടല്ലോ, ഒരാൾ തന്നെ നിരന്തരം അങ്ങനെ സപ്താഹം നടത്തുന്ന സ്ഥലങ്ങളിൽ ഓരോ ആചാര്യന്മാർക്ക് ഓരോ വർഷം ഓരോ വിഷയം അവരങ്ങ് എടുക്കും ഓരോ ദിവസം. അപ്പോൾ ആ രണ്ടാം ദിവസത്തിനകത്ത് മൂന്നാം ദിവസത്തിനകത്തൊക്കെ പ്രധാനമായിട്ട് ഈ ഋഷഭാവതാരത്തെ പറയുന്നത് രണ്ടാം ദിവസമാണെന്ന് തോന്നുന്നു. അതിങ്ങനെ വിശദമായിട്ട് ആചാര്യന്മാർ പറയും. അതുപോലെ തന്നെ കാപിലം, നമ്മൾ ദേവഹൂതിയുടെയൊക്കെ പറഞ്ഞു, അതൊക്കെ വളരെ വിശദമായിട്ട് ചില ആചാര്യന്മാർ പറയാറുണ്ട്. 10 ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വ തിതിക്ഷയാ ച ദ്വന്ദ്വ 2 ഉണ്ട്. വകാരം കേൾക്കണം. ദ്വന്ദ്വ തിതിക്ഷയാ ച സർവത്ര ജന്തോർ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹ നിവൃത്യ. അപ്പം ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് ആ കോമ ഇടേണ്ടടുത്താണെങ്കിൽ ഒന്ന് ഇട്ടോളുക ഈ അർത്ഥം പറയുന്നതിനകത്ത്. ഹംസേ ഗുരൗ ഹംസതുല്യനായ ഗുരുവിലും, പിന്നെ മയി എന്നിലും, ഭക്തി കൊണ്ടും, ഭക്തിയാ നീട്ടി പറയുമ്പോൾ അതുകൊണ്ടും, അനുവൃത്തിയ അനുസരിക്കുന്നത് കൊണ്ടും, വിതൃഷ്ണയാ തൃഷ്ണ ഇല്ലാത്തത് കൊണ്ടും, തൃഷ്ണ വേണ്ടെന്ന് വെച്ചിട്ട് വിതൃഷ്ണയ അതിനെ വേണ്ടെന്ന് വെച്ചിട്ടും, തൃഷ്ണയെ വേണ്ടെന്ന് വെച്ചിട്ടും, ദ്വന്ദ്വ തിതിക്ഷയാച്ച എന്ന് വെച്ചാൽ ദ്വന്ദ്വങ്ങളെ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗം നമ്മളെപ്പോഴും പറയുന്നതാണ്. സുഖം ദുഃഖം മാനം അപമാനം അങ്ങനത്തെ ദ്വന്ദ്വങ്ങളെ ഒക്കെ ശീത ഉഷ്ണം അങ്ങനെ ഈ 2 കാര്യങ്ങൾ, ഒന്നിന് എതിർപദം, രണ്ടും ഒരുപോലെ കരുതുന്നവന് നമ്മളെ അധികമായിട്ട് മാനിച്ചോ അപ്പോഴും പ്രത്യേകതയൊന്നുമില്ല, അപമാനിച്ചോ അപ്പോഴും പ്രത്യേകതയില്ല, നമുക്ക് ദുഃഖമുണ്ടായോ അപ്പോഴും കുഴപ്പമില്ല, സുഖമുണ്ടായോ അപ്പോഴും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതാണ് ഈ ദ്വന്ദ്വ. അത് തിദിക്ഷ ചെയ്യൂ എന്ന് പറഞ്ഞാൽ സഹിക്കൂ, അതിനെ ക്ഷമ കൊണ്ടും ജന്തുക്കൾക്ക് സർവത്ര എല്ലാ സ്ഥലത്തും വ്യസനമാണെന്ന് അറിയുന്നതുകൊണ്ട്, എവിടെ ചെന്നാലും വ്യസനമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്നത് കൊണ്ടും, ജിജ്ഞാസയ എന്ന് വെച്ചാൽ അറിയണം എന്നുള്ള അത്യധികമായ ആഗ്രഹം, തപസ് കൊണ്ടും, ഈഹാനിവൃത്യ കർമ്മത്യാഗം കൊണ്ടും, ഈഹാനിവൃത്യ തപസ ഈഹാനിവൃത്യ എന്നാണ് ആ വാക്ക്. തപസ ഈഹാനിവൃത്യ തപസേഹാനിവൃത്യ എന്നാണ് പറയുന്നത്. ജിജ്ഞാസയാ തപസേഹാനിവൃത്യ എന്നാ വാക്ക് കണ്ടോ. തപസ്സുകൊണ്ടും ഈഹാനിവൃത്യ കർമ്മം വേണ്ടെന്ന് വെച്ചിട്ടും, കർമ്മം ത്യജിച്ചിട്ടും, കർമ്മത്യാഗം കൊണ്ടും എന്നാണ് ആ വാക്ക്. ജിജ്ഞാസയാ തപസേഹാനിവൃത്യ അതിനൊക്കെ കർമ്മം വേണ്ടെന്ന് വയ്ക്കാൻ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജിജ്ഞാസ കൊണ്ടും മറ്റേ ദ്വന്ദ്വങ്ങളിൽ സമാനഭാവം കൊണ്ടും എല്ലാം നമുക്ക് സാധിക്കാം. മത്കർമ്മഭിർമത്കഥയാച നിത്യം, അതിനൊരു എളുപ്പമാർഗ്ഗമാണ്. മത്കർമ്മഭിർമത്കഥയാച നിത്യം മദ്ദേവസംഗാത ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. മത്കർമ്മഭി എനിക്കായിക്കൊണ്ട് കർമ്മങ്ങളാലും എല്ലാവരും പറയുന്നൊരു കാര്യമായി. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ ഭാവം നമുക്കുണ്ടാക്കാം എന്ന് വെച്ചാൽ, ആ കർമ്മത്തിൽ എനിക്ക് വേണ്ടി, അതായത് ഭഗവാന് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്നൊരു ഭാവം നമുക്ക് വന്നാൽ, എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഭഗവാന് വേണ്ടിയായിട്ട് തിരിക്കുകയാണെങ്കിൽ, ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഭഗവതി അർപ്പിതാശയ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണ് കർമ്മഫലത്തിൽ. ഭഗവത്ഗീത മുഴുവൻ പറയുന്നത്
കർമ്മത്തിനെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത ശരിക്കും. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് കർമ്മഫലത്യാഗത്തിനെ കുറിച്ചാണ് കൂടുതൽ. കർമ്മം ചെയ്യുക, അത് അവനവന് തന്നിരിക്കുന്ന കർമ്മം അവനവൻ ചെയ്യുക. അതിൻ്റെ ഫലമോ അതിന് വരുന്ന പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. അതൊക്കെ പ്രകൃതിയാ വന്നു ചേർന്നോളും എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതൊരു തത്വമാണ്. ഒരു വേദാന്തം എന്ന് പറയാൻ പറ്റില്ല, ഒരു തത്വമാണ്, സത്യമായ തത്വമാണ്. സുഖദുഃഖങ്ങളെ സഹിപ്പാനുള്ള ക്ഷമ. ഇഹത്തിലും പരത്തിലും പ്രാണികൾക്ക് ദുഃഖമല്ലാതെ സുഖം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ള കാഴ്ച നമുക്കറിയാം. ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ ഉപകരിക്കുന്ന ആഹാര നിയമം മുതലായ തപസ്, കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗം, സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാനുള്ള താല്പര്യം എന്നീ സാധനകൾ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നാണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. ഇനി അത് എങ്ങനെയാണെന്ന്, മത്കർമ്മം അത് എങ്ങനെ ചെയ്യണം, എനിക്കായിക്കൊണ്ട് കർമ്മങ്ങളാലും നിത്യം മത്കഥയ നിരന്തരം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇതിനകത്ത് മാത്രം ശ്രദ്ധിച്ച് എൻ്റെ കഥ കൊണ്ടും മത് ദേവസംഘാത് ഞാനാകുന്ന ദേവനോട് കൂടിയവരുടെ ചേർച്ച കൊണ്ടും ഞാനാകുന്ന കാര്യം പറയുന്ന ആൾക്കാരോട് കൂടിയിരിക്കുന്നത് കൊണ്ടും അതെ മേ ഗുണകീർത്തനാത്. അതാണ് ഇതിനകത്തെ പ്രധാന ശ്ലോകമായത് കേട്ടോ, നിങ്ങൾ എഴുതി വെച്ചോ. അതിൽ 11ാമത്തെ ശ്ലോകം. മേ ഗുണകീർത്തനാത്, എൻ്റെ ഗുണകീർത്തനം കൊണ്ടും. ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ അറിയാൻ വയ്യാത്തവരാരാ? എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ പറയാറുമുണ്ട്. പക്ഷേ നമ്മളത് പ്രാവർത്തികമായിട്ട് മുഴുവനായിട്ട് നമുക്കത് പൂർണ്ണമായി അത് മാത്രം വിശ്വസിച്ചിരിക്കുകയില്ല, അല്ലേ? അത്രയേ ഉള്ളൂ. അത് എൻ്റെ കീർത്തനം, അത് നിരന്തരം അത് ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ടൊരു സ്നേഹം, ഇഷ്ടം, അതിനോടുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ലേ എല്ലാവർക്കും? അതെ, അങ്ങനെയാണ് എല്ലാവർക്കും. നിർവൈര സാമ്യോപശമേന. നിർവൈരം അതായത് ആരോടും ഈർഷ്യയില്ലായ്മ, വൈരമില്ലായ്മ, സാമ്യം, ഉപശമം എന്നിവ കൊണ്ടും ഗേഹാത്മബുദ്ധി, ദേഹത്തിലും ഗൃഹത്തിലും ആത്മബുദ്ധിയുടെ ത്യാഗത്തിലുള്ള ഇച്ഛ കൊണ്ടും, വേണ്ടെന്ന് വയ്ക്കാനുള്ള ഇച്ഛ കൊണ്ടും. ഹേ പുത്രന്മാരേ എന്നാ പറഞ്ഞാൽ തുടങ്ങുന്നത്. എൻ്റെ പ്രസാദത്തിനായിട്ട് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക, നിരന്തരം എൻ്റെ കഥകൾ കേൾക്കുക. അതുപോലെ തന്നെ എന്നെ ആരാധിക്കുക. അവരെ അങ്ങനെ ആരാധിക്കുന്നവരോടുള്ള സംസർഗം, അതാണ് സത്സംഗം. ഭഗവാനെ ആരാധിക്കുന്നവരോടുള്ള സംഘം ഉണ്ടാക്കി വയ്ക്കുക. മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, അതിനെ കീർത്തനം ചെയ്യുക. അതുപോലെ മറ്റുള്ള ജീവികളിൽ വൈരമില്ലായ്മ, അവരോടൊരു ഇഷ്ടമില്ലായ്മ, അഹിംസ മുതലായവയൊക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. ഒന്നും ഉപദ്രവിക്കാതിരിക്കുക. എല്ലാവരിലും സമഭാവം കാണുക. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പറയാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് നമ്മളിൽ ഇന്നത്തെ ലോകത്തിൽ പ്രാവർത്തികമാക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർവ്വരിലും സമഭാവം കരുതുന്ന പോലെ നമുക്ക് കാണിക്കുകയും ചെയ്യാം. അത് നമ്മൾ സമഭാവമാണെന്ന്, നമുക്ക് സമഭാവനയാണ്, എല്ലാവരോടും നമുക്ക് സമമായിട്ടാണ് ചിന്ത എന്ന് കാണിക്കാം. പക്ഷേ ഒരു ശകലം കൂടുതൽ ആരോടെങ്കിലും കാണും, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഭാവം വരും, ഇല്ലേ? ഒരു ഗ്രൂപ്പിൽ, ഞാൻ പറഞ്ഞത് ഒരു ഗൃഹത്തിലാണെങ്കിൽ തന്നെ നമുക്ക് ഒരാളിനോട് താല്പര്യം കൂടുതൽ, ഒരാളിനോട് താല്പര്യക്കുറവ്. മക്കളുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെ വരും, സുഹൃത്തുക്കളുടെ കാര്യം എടുത്താലും അങ്ങനെ തന്നെ വരും. എല്ലാവരിലും സമഭാവം കാണാൻ സാധിച്ചെന്നിരിക്കില്ല. പക്ഷേ അത് കഴിവതും അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും ചെയ്യുക. ചിത്തശാന്തി എന്ന് വെച്ചാൽ മനസ്സിനൊരു ശാന്തത. പലതും വരും എന്ന് കരുതിയിരിക്കുക. നമുക്ക് ഏറ്റവും വേസ്റ്റായിട്ടുള്ളതുണ്ടാകും എന്ന് കരുതിയിരിക്കുമ്പോൾ ചെറുതേ വന്നുള്ളെങ്കിൽ നമുക്കൊരാശ്വാസം തോന്നില്ല. ഏറ്റവും അങ്ങേയറ്റത്തേതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെയും ഉണ്ടാകാമല്ലോ, ഒരു ചാൻസ് ഉണ്ടല്ലോ. ഏറ്റവും നമുക്ക് ദോഷകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ വരാം, അല്ലേ? നമുക്ക് സംഭവിക്കാം. പക്ഷേ അതല്ലാതെ ഒരു ചെറിയ കാര്യത്തിൽ അതങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ അപ്പം നമുക്ക് സങ്കടമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ശാന്തത എപ്പോഴും ഉണ്ടാക്കുക. കാരണം എപ്പോഴും ശാന്തമായിരിക്കും. എന്തും വരട്ടെ, ഏറ്റവും അങ്ങേയറ്റത്തെ വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും എന്നൊരു മനസ്സിൻ്റെ ഒരു ഇതാണത്, ശാന്തത. ഒന്നും സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുക. ദേഹത്തിൽ താനെന്നും ഗൃഹാദികളിൽ തൻ്റേതും. ഈ ശരീരം ഞാനാണെന്നുള്ള ആ വിദ്യ അതങ്ങ് വിടുക. അതുപോലെ ഗൃഹം എൻ്റേതാണ്, ഇതൊക്കെ എൻ്റേതാണ്, ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ എൻ്റേതാണെന്നുള്ള വിചാരം വിടുക. നമ്മുടെ ഇല്ലാതെയാകുമ്പോൾ, നമ്മുടെ
ആ സത്ത് നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇതൊക്കെ മറ്റൊരാളിൻ്റേതാകും. നമ്മളുടേതായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന പല സ്വകാര്യതകളും സ്വകാര്യ ഉപഭോഗ വസ്തുക്കളും വേറൊരാളിൻ്റേതാകും അറിയാതെ. യമേന വാചാം യമേന, വാക്കുകളുടെ അടക്കം. ഇത്രയും കാര്യങ്ങൾ പോരെ ഒരു ഉപദേശത്തിന്? പ്രജകളോട് രാജാവ് പറഞ്ഞ ഉപദേശമാണെന്നും കൂടെ നിങ്ങൾ ധരിക്കണം. നമുക്ക് കമ്പയർ ചെയ്യാം ഇപ്പോഴത്തെ പ്രജകളും രാജാവും തമ്മിലുള്ള സമ്പർക്കം എങ്ങനെയാണെന്ന്. അപ്പോൾ പ്രജകളോട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് രാജാവ്. വാചാം യമേന, യമം ശീലിക്കുക എന്ന് വെച്ചാൽ അടക്കം വരുത്തുക. വാക്കുകൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പറയുന്ന രീതി, ഇതെല്ലാം ബാധിക്കും. ഒരു വാക്കായിരിക്കും നമ്മൾ പറഞ്ഞത്, പക്ഷേ ആ പറഞ്ഞ വാക്കിൻ്റെ നമ്മളത് എങ്ങനെ പറഞ്ഞു, പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. സൗമ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം ആ ആളിനെ കൊണ്ട് സാധിപ്പിക്കാം സൗമ്യമായിട്ട് പറഞ്ഞ്. പക്ഷേ നമ്മൾ ദേഷ്യപ്പെട്ട് ഈർഷ്യപ്പെട്ട് കോപിച്ച് അവരെ അങ്ങ് തരം താഴ്ത്തി അവരെ അങ്ങ് താറടിച്ച് കാണിച്ച് പറഞ്ഞാൽ അത് സാധിച്ചു കിട്ടും. അങ്ങനെ പറഞ്ഞാലും സാധിച്ചു കിട്ടും. മറ്റേ ഭാവത്തിൽ പറഞ്ഞാലും സാധിച്ചു കിട്ടും. എങ്കിൽ പിന്നെ ആ ആളിനെ വിഷമിപ്പിക്കാതെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് സാധിപ്പിക്കുന്നതല്ലേ എളുപ്പം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം അത് ആലോചിക്കേണ്ടതാണ്. നമ്മൾക്ക് ദേഷ്യത്തിൻ്റെ മുഹൂർത്ത ഭാവങ്ങളാണ് നമ്മൾ വീട്ടിലല്ലേ, വെളിയിൽ കാണുന്ന ആൾക്കാരല്ല നമ്മളകത്ത്. അപ്പം നമ്മൾ അത് വളരെ സൗമ്യമായിട്ട് പറഞ്ഞ് സാധിക്കാവുന്ന ഒരു കാര്യം വെറുതെ ഒരു ശണ്ടയുണ്ടാക്കി വലിയൊരു ബഹളം വെച്ച് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നടത്തുന്നതിലും സൗമ്യമായിട്ട് വാക്കുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യം നമ്മളത് വഷളാക്കും ചിലപ്പോൾ. അങ്ങനെ അല്ലാതെ വേണമെങ്കിലൊന്ന് ശ്രമിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ആലോചിക്കേണ്ട കാര്യമാണ്. 12 സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യമ സത്വയുക്തോ ലിംഗം വ്യപോഹേത് കുശലോഹമാഘ്യം. വ്യപോഹേത് എന്നാണ് അവസാനത്തെ. വ്യപോഹേത് കുശല അഹമാഘ്യം. കുശലഹ അഹം ആഘ്യം. സർവത്ര എല്ലായിടത്തും മദ്ഭാവ വിചക്ഷണേന, എൻ്റെ ഭാവത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുക. വിജ്ഞാന വിരാജിതേന, വിജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ട് അത് അനുഭവം കൊണ്ടും വളരെ ശോഭിക്കുന്നതുമായ ജ്ഞാനം കൊണ്ട് യോഗേന യോഗം കൊണ്ടും പിന്നെ ധൃത്യുദ്യമ സത്വയുക്ത, ധൃത്യുത്തമ അത് ധൈര്യം പ്രയത്നം, അതുപോലെ തന്നെ സത്വയുക്ത വിവേകം എന്നിവയോടുകൂടിയുമായിട്ട് കുശല സമർത്ഥനായവൻ അഹമാഘ്യം. അഹം എന്നുള്ള അത് എന്ന പേര് എന്നതുപോലെ ലിംഗം സൂക്ഷ്മദേഹത്തെ ഉപേക്ഷിക്കണം. സൂക്ഷ്മദേഹത്തെ ഞാൻ എൻ്റേത് എന്നുള്ള ആ വിചാരം വിട്ടുകളയണം. എല്ലായിടത്തും ഇരിക്കുന്നതും സമർത്ഥവും അതുപോലെ തന്നെ അറിവ് കൊണ്ട് അവസാനിച്ചിരിക്കുന്നതുമായ ജ്ഞാനം, സമാധി, ധൈര്യം, അതുപോലെ തന്നെ പ്രയത്നം ചെയ്യുക, നമ്മൾ പ്രയത്നിക്കുക, അതുപോലെ വിവേകം എന്നിവയെ നമ്മുടെ ഒരു സാധനയായിട്ട്, നമ്മുടെ ഒരു ദിനചര്യയായിട്ട് സ്വീകരിച്ച് ഒരു സമർത്ഥനായ പുരുഷൻ അഹങ്കാരം എന്ന പേരോടുകൂടിയിരിക്കുന്ന ജീവോപാധിയെ വേരോടെ പറിച്ചു കളയണം. ഞാൻ എൻ്റെ എന്നുള്ളത് വേരോടെ പറിച്ചു കളയണം. 14 കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാസാദിതം അപ്രമത്തഃ അനേന യോഗേന യഥോപദേശം സമ്യക് വ്യപോഹ്യോ പരമേത യോഗാത്. വ്യപോഹ്യ ഉപരമേത, ഉപരമിക്കണം. ഉപരമേത യോഗാത്. വ്യപോഹ്യ ഉപരമേത യോഗാത് എന്നാണ് വാക്ക്. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാ, അജ്ഞാനം കൊണ്ട്, വിദ്യയില്ലാത്തതുകൊണ്ട് ആസാദിതം പ്രാപിക്കപ്പെട്ടതുമായ ഹൃദയഗ്രന്ഥിബന്ധം, ഹൃദയഗ്രന്ഥി രൂപത്തിലുള്ള ബന്ധത്തെ ഉപദേശം കൊണ്ട് അപ്രമാദമില്ലാത്തവനായിട്ട്, അത് ശരിയാണെന്ന് വിചാരിക്കാത്തവനായിട്ട് അനേന യോഗേന, ഈ യോഗത്താൽ സമ്യക് വ്യപോഹ്യ നിശേഷമില്ലാതാക്കിയിട്ട് ആ യോഗത്തിൽ നിന്ന് ഉപരമേത ഉപരമിക്കണം.
അതായത് ദേഹത്തിൽ കാണുന്ന നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഞാനാണെന്നും എൻ്റേതാണെന്നും തോന്നിക്കുന്ന അജ്ഞാന നിമിത്തം ഉണ്ടായ കർമ്മവാസനകൾ. അതുകൊണ്ടാണ് ഈ കർമ്മത്തിന് വാസനയുണ്ടാകുന്നത്, കർമ്മവാസന എന്ന് പറയുന്നത്. കർമ്മം ചെയ്യുമ്പോൾ കർമ്മവാസന വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇത് എനിക്കായിട്ട് ചെയ്യുന്നതായിട്ട് വരുത്തരുത്, ഭഗവാനായിട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ചിന്തിക്കണം എന്നാണ് ചുരുക്കം. അപ്പോൾ ശരിയാകും. 15 പുത്രാംശ ശിഷ്യാംശ നൃപോ ഗുരുർവ മൻലോകകാമോ മതനുഗ്രഹാർത്ഥക യുദ്ധം വിമന്യുരനുശിഷ്യാദജ്ഞാൻ നയോജയേത് കർമ്മസുകർമ്മമൂഢാൻ കം യോജയൻ മനുജോർദ്ധം ലഭേത നിപാതയൻ അഷ്ടദൃശം ഹി ഗർത്തേ. അതൊന്ന് വായിച്ചോണം. ഈ പുത്രാംശ ശിഷ്യാംശ നൃപോ ഗുരുർവ മദ്ലോകകാമോ മതനുഗ്രഹാർത്ഥക യുദ്ധം വിമന്യുർ അനുശിഷ്യാദജ്ഞാൻ വിമന്യുർ അനുശിഷ്യാദത് അജ്ഞാൻ ന യോജയേത് കർമ്മസുകർമ്മമൂഢാൻ കം യോജയൻ മനുജോർദ്ധം ലഭേത നിപാതയൻ അഷ്ടദൃശം ഹി ഗർത്തേ. ആ വാക്കുകളൊന്ന് വായിക്കാം. ഈ ശ്ലോകത്തോടു കൂടി ഇവിടെ നമുക്കിന്ന് ഒരു ഭാഗം നിർത്താം. മദ്ലോകകാമ എൻ്റെ ലോകത്തെ ആഗ്രഹിക്കുന്നവനും മതനുഗ്രഹാർത്ഥ എൻ്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവനും രാജാവാകട്ടെ ഗുരു ആകട്ടെ വിമന്യു കോപരഹിതനായിട്ട് അതജ്ഞാൻ ആ തത്വത്തെ അറിയാത്തവൻ കർമ്മമൂഢാൻ പ്രാരബ്ധകർമ്മത്താൽ മോഹിക്കുന്നവനുമായ പുത്രന്മാരെയും ശിഷ്യാൻ ശിഷ്യന്മാരെയും എന്ന യുദ്ധം അശിഷ്യാത് ഇപ്രകാരം അശിഷ്യാന്ന് പറഞ്ഞാൽ ശാസിക്കണം, അശിഷ്യാത് ശാസിക്കണം. കർമ്മങ്ങളിൽ ന യോജയേത് യോജിപ്പിക്കരുത്. നഷ്ടദൃശം, അത് നഷ്ടദൃശം എന്ന് പറഞ്ഞാൽ കണ്ണുണ്ട് പക്ഷേ നഷ്ടം ആയി എന്നത് ദൃശ്യം, കാഴ്ച നഷ്ടമായ. ഗർത്തെ കുഴിയിൽ, കാഴ്ചയില്ലാത്തവൻ എങ്ങനെ വീഴും? കുഴിയിൽ വീഴും. നിപാതയൻ മനുജൻ കം അർത്ഥം ഇവിടെ പറയുന്നിരിക്കുന്നത് പുരുഷാർത്ഥത്തെ എന്നാ കേട്ടോ. കം അർത്ഥം ലഭേത എങ്ങനെ പ്രാപിക്കും പുരുഷാർത്ഥത്തെ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അതാണ് പുരുഷാർത്ഥം. ഈ പുരുഷാർത്ഥത്തെ എങ്ങനെ ബാധിക്കും, എങ്ങനെ പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനകത്ത് എല്ലാ വാക്കുകളും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. ഹരി ഓം.